ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാറ്റിലെ ഇനി വരാതിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോവിന്ദനും കനകയും നന്ദുവുമെല്ലാം വളരെയധികം വിഷമത്തിലാണ്. അവരുടെ വീട് ഉടനെ തന്നെ കുറച്ച് പൈസ കൊടുത്തില്ലെങ്കിൽ അത് നഷ്ടപ്പെടുമെന്നൊരു സ്ഥിതി വന്നപ്പോൾ കനകയും നന്ദുവും കൂടിയിട്ട് പലയിടത്തും പോയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ നിന്ന് എല്ലാവരും അവരെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയാണ്. എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്കൊരു കൊറിയർക്കാരൻ വരുന്നുണ്ട്. എനിക്കൊരു കൊറിയർ ഉണ്ടെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് നയന പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്ന കൊറിയർ നീ തുറന്ന് നോക്കിയില്ലേ, അതുകൊണ്ട് ഇപ്രാവശ്യം നിൻ്റെ വന്ന കൊറിയർ ഞാൻ തുറന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് നയന കൊറിയർക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഒപ്പിട്ടിട്ട് അത് മേടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നാലെ തന്നെ അനിയും ചൊല്ലുന്നുണ്ട്. എന്നിട്ട് അനിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് തട്ടിപ്പറിക്കാനായിട്ട് അനിയും നോക്കുന്നുണ്ട്. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു റോസാ ചെടിയും കത്തുമാണ് ഇരിക്കുന്നത്. അങ്ങനെ അനിയെടുത്ത് റോസാപ്പൂ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നയന ആ ലെറ്ററുമായിട്ട് അകത്തോട്ട് ഓടിച്ചെല്ലുകയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താണ് നയന മോളെ ഇങ്ങനെ ഓടി വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അത് പിന്നെ അനിയുടെ കവിത വായിച്ചിട്ട് ഒരു ആരാധിക അയച്ചതാണ് എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, കണ്ടോ അമ്മേ, എൻ്റെ മോൻ വളരെയധികം സെലിബ്രിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അങ്ങനെ സന്തോഷിക്കാനൊക്കെ വരട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, ആരാധികയുടെ ലെറ്റർ ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, വേണ്ട എടത്തി എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ചെല്ലുകയാണ് ആ ലെറ്റർ വാങ്ങാനായിട്ട്. അപ്പം നയന അവിടെ നിന്നും ഓടി അങ്ങോട്ടൊക്കെ ഓടി മാറുന്നുണ്ട്. ആ സമയം ജലജേനൊക്കെ തട്ടി മാറ്റിയുണ്ട് അവിടേക്ക് ചെല്ലുകയാണ്. ആ സമയം അബിയും ജലജയും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ട്. അങ്ങനെ നയന ആ ലെറ്ററുമായിട്ട് നേരെ അനിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത്. എന്നിട്ട് ലെറ്റർ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചെറിയച്ഛ ഈ ലെറ്റർ അവന് കൊടുക്കരുത് കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അനി വന്നിട്ട് തായോ എന്ന് പറയുകയാണ്. അപ്പോൾ കൊടുക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇതെന്ത് ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്, കൊച്ചു പിള്ളേരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആകെ തട്ടിപ്പറിച്ചൊക്കെ നടക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് അനിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതിനെന്താ ഇവർ ചെറിയ കുട്ടികൾ തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാനകിക്കാണെങ്കിൽ പറയുന്നുണ്ട്, ജലജെ നീ എന്തിനാ ഈ പിള്ളേരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്നെ പോലെ എപ്പോഴും കാർന്നോമാരെ പോലെ ഒക്കെ പെരുമാറി പിള്ളേർ നടക്കണോ എന്നൊക്കെ ജാനകിയും പറയുകയാണ്. അങ്ങനെ അവസാനം നയന കൊടുത്ത കത്ത് അനിയരച്ഛൻ അനിയക്ക് കൊടുക്കുന്നുണ്ട്. അനിയരച്ഛൻ്റെ കയ്യിൽ നിന്ന് അവൻ തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഫൈനലി ഇത് എൻ്റെ കയ്യിലെത്തിയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അനി ആ ലെറ്റർ വാങ്ങിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നവ്യയാണ്. നവ്യ ഒരു 8ൻ്റെ പണി കിട്ടിയിട്ടിരിക്കുകയാണ്. നവ്യ ആണെന്നുണ്ടെങ്കിൽ പീരീഡ്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് വയറുവേദനയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആലോചിക്കുന്നുണ്ട്, ഈ സമയത്ത് തന്നെ ഇതാവാൻ കണ്ടുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി പുതിയ പ്രശ്നം ഉണ്ടാവാനായിട്ട്. കാരണം ഞാനിവിടെ ഗർഭിണിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിനിടയ്ക്ക് പീരീഡ്സ് ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി, വയറുവേദനിച്ചിട്ടും ആകെ വയ്യല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, മെഡിസിൻ ഒന്ന് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നവ്യ മൊബൈലിൽ മെഡിസിൻ ഓർഡർ ചെയ്യുകയാണ്. അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആ കൊറിയർ ബോയ് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോൾ അയാൾ അകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പം നയന വന്നിട്ട് അയാളോട് ദേഷ്യപ്പെടുകയാണ്, നിന്നോട് ആരാ പറഞ്ഞത് അകത്തോട്ട് കയറി വരാനായിട്ട്, ഞാൻ പറഞ്ഞതല്ലേ ഗേറ്റിൻ്റെ അവിടെ വന്നാൽ മതി, ഞാൻ അവിടെ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് ഇടിച്ച് കയറി വന്നത്, ഇനിയിപ്പോൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട, മെഡിസിൻ ഇങ്ങോട്ട് തായോ എന്ന് പറഞ്ഞ് പൈസയും കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഇത് മേടിക്കുന്നൊന്നും ആരും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവളെ എന്തോ ഒരു കൊറിയർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ജലജ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ജലജ നേരെ നമ്മുടെ നവ്യയുടെ പിന്നാലെ ചെല്ലാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും റൂമിലേക്ക് കയറിയിട്ട് ഒരു ഗുളിക എടുത്തിട്ട് നവ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ജലജ കാണുന്നില്ല. അതിനുശേഷം ഇവള് മെഡിസിൻ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നതാണ് ജലജ കാണുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് വെക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് അത് എവിടെ വെച്ചിട്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവളെ കയ്യിലുണ്ടായിരുന്ന മെഡിസിന് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ജലജ അത് മുഴുവൻ തപ്പി അവിടെ റൂം മുഴുവൻ നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മെഡിസിൻ ജലജയുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നയന ആ പൈസ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പൈസ എൻ്റെ വീട്ടുകാർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചെങ്കിലും ആശ്വാസമാവും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയിട്ട് ഇപ്പോഴത്തെ ആ പ്രശ്നം ഒന്ന് സോൾവ് ആയി കിട്ടല്ലോ എന്നാലോചിക്കുകയാണ് നയന. ആദർശേട്ടനോട് അനുവാദം ചോദിച്ചതിന് ശേഷം പോകാമെന്ന് വിചാരിക്കുകയാണ് നയന. അങ്ങനെ ആദ്യം തന്നെ ഫോൺ എടുത്തിട്ട് ആദർശിനെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പം മനസ്സിലാലോചിക്കുന്നുണ്ട്, ഇന്ന് ക്ലയൻസ് മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ശല്യമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നയനയാണെന്നുണ്ടെങ്കിൽ ഫോൺ വിളിക്കാതെ മെസ്സേജ് അയക്കുകയാണ്. ആദർശേട്ടാ, ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന പൈസയായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പൊക്കോട്ടെ, വീട്ടിൽ കുറച്ച് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നയന മെസ്സേജ് അയക്കുന്നത്.
ആദർശ് അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, നീ ഡിസൈൻ ചെയ്തിട്ട് വരച്ചതിന് തന്ന പണമാണ് അത് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അത് ചോദ്യം ചെയ്യാനായിട്ട് ആരും അങ്ങോട്ട് വരില്ല, പിന്നെ അതേപോലെ നീ എനിക്ക് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ആദർശ് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ നയനയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഇനി എൻ്റെ വീട്ടുകാരെ സഹായിക്കാനായിട്ട് ഇനിയൊരു പ്രശ്നമില്ലല്ലോ എന്നാണ് നയന ആലോചിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ജലജയാണെന്നുണ്ടെങ്കിൽ നവ്യയുടെ റൂമിൽ നിന്നും കിട്ടിയ ആ മെഡിസിൻ്റെ സ്ട്രിപ്പുമായിട്ട് നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അബിയോട് പറയുന്നുണ്ട്, എടാ ഇതൊന്ന് നോക്കിയേ, ഇത് എന്തിനുള്ള മെഡിസിനാണെന്ന് പറയാണ്. അപ്പോൾ അബി അത് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പീരീഡ്സ് ആകുമ്പോൾ വയറുവേദന എടുക്കുന്നതിന് കഴിക്കുന്ന മരുന്നാണെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് അബിയുടെ അടുത്ത് പറയുന്നുണ്ട്, എടാ നിൻ്റെ ഭാര്യ ഈ മരുന്നാണടാ കഴിച്ചത്, അപ്പോൾ അവൾ ഇത്ര നാൾ നമ്മളെ പറഞ്ഞു പറ്റിക്കായിരുന്നു ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പിന്നെന്തിനാണ് അവൾക്ക് പീരീഡ്സ് ആകുമ്പോൾ വയറുവേദനയുടെ മരുന്ന് കഴിക്കേണ്ട കാര്യം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇത്ര നാളും അവൾ പറ്റിക്കായിരുന്നറാ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് എന്ന് പറയുകയാണ്. ആ സമയം അവിടേക്ക് നവ്യ വരുന്നുണ്ട്. അപ്പോൾ നവ്യയെ കണ്ടിട്ട് ജലജയും അബിയും പറയുന്നുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം നവ്യ ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, ഒരു കൂസലും ഇല്ലാതെ. അങ്ങനെ മെഡിസിൻ കാണിച്ചുകൊണ്ട് അബി ചോദിക്കുന്നുണ്ട്, ഇതെന്താണ്, ഇത് നിൻ്റെ റൂമിൽ നിന്ന് കിട്ടിയതാണല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് നവ്യ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് പീരീഡ്സ് ആകുമ്പോൾ വയറുവേദനയ്ക്ക് കഴിക്കുന്ന മരുന്നാണ്, നീ എന്തിനാണ് ഇത് കഴിച്ചത്, അപ്പം നീ എന്നെ ഇത്ര നാളും കബളിപ്പിക്കുകയായിരുന്നോ എന്ന് അബി ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് നവ്യ ഒന്നും തന്നെ പറയുന്നില്ല. ആ സമയം വീട്ടിലേക്ക് പോകാനായിട്ട് നയന ആ വഴി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ബഹളമൊക്കെ കേട്ടിട്ട് നയന വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം, എന്താണ് ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചേച്ചിയെ ചോദ്യം ചെയ്യുന്നല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം നവ്യ പറയുന്നുണ്ട്, അവൾ ആ സമയത്താണ് അവൾക്ക് ബുദ്ധി ഉദിച്ചത്. അവൾ പ്ലേറ്റ് മാറ്റി അപ്പം തന്നെ പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം നീയാണ്, നീയല്ലേ പറഞ്ഞത് നിനക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ്, വയറുവേദന എടുത്തിട്ട് പാടില്ല, അതിൻ്റെ മെഡിസിൻ ഓർഡർ ചെയ്യാനായിട്ട് ഞാനത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു, അതിവർ കണ്ടിട്ട് എന്നെ തെറ്റിദ്ധരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്, നീ കാരണമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായെന്ന് പറയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഈ അമ്മ എൻ്റെ മേൽ കുതിര കയറാൻ നിൽക്കുകയാണ്, നീയാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് നയനയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പറഞ്ഞത് ജലജ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നിനക്ക് വാങ്ങിയത് തന്നെയാണ്, നീ വെറുതെ ഇപ്പോൾ ആവശ്യമില്ലാതെ അവളെ പേരൊന്നും പറയണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നയനയാണെന്നുണ്ടെങ്കിൽ മിണ്ടാതെ നിൽക്കുകയാണ്. അത് കണ്ട് നവിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ വാ തുറന്ന് പറയാത്തത്, കേട്ടില്ലേ അവരെൻ്റെ മേൽ കുറ്റം പറയുന്നത്, നിനക്ക് വേണ്ടിയാ വാങ്ങിയതെന്ന് നിനക്ക് പറഞ്ഞാൽ എന്താന്ന് നവി ചോദിക്കുകയാണ്. അപ്പോൾ ചേച്ചിയെ ഇപ്പോൾ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമായി പോകും, ഇവരുടെ കയ്യിൽ ഇത് പെട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ സീനാവും, അതുകൊണ്ട് ഞാൻ ചേച്ചിയെ രക്ഷിച്ചേ പതിയാവുള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ നയന പറയുന്നുണ്ട് അതേ എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ നവിക്ക് കുറച്ച് ആശ്വാസമാവുന്നുണ്ട്. അങ്ങനെ ജലജയുടെ കയ്യിൽ നിന്നും ആ മെഡിസിൻ വാങ്ങിച്ചിട്ട് നയനയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് നവ്യ അത് കൊടുക്കുകയാണ്. ആ സമയം ജലജ അബിയോട് പറയുന്നുണ്ട്, അബി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അബിയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നയന ചേച്ചിയെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയിട്ട് അവളെ കൊണ്ടുപോയിട്ടൊന്ന് ഇങ്ങനെ തള്ളിയിടുകയാണ്. അപ്പോൾ നയനയുടെ അടുത്ത് നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്തീ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്തിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചേച്ചിയുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോന്നോ പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ വാ തുറന്നിട്ട് നീയാണിത് ചെയ്തതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് എന്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്തിനു ഞാൻ ചേച്ചീനെ രക്ഷിക്കണം, ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ചിട്ടോ നമ്മളെ വീട്ടുകാരെ കുറിച്ചിട്ടോ വല്ല ചിന്തയുണ്ടോ, ഈ ഒരു കള്ളം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെ അമ്മയെ പോലും അവർ കുറ്റപ്പെടുത്തും, കാരണം ഈ വീട്ടിലുള്ളവർക്ക് തീരെ തന്നെ ഇഷ്ടമല്ല അമ്മയെ, എല്ലാം ചെയ്യുന്നതിന് കാരണം അമ്മയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത അമ്മയെ അങ്ങനെ കുറ്റക്കാരിയാക്കാനായിട്ട് ചേച്ചിക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഇപ്പോൾ വീട്ടിലെ വിഷയം ചേച്ചിക്ക് അറിയോ, 1,00,000 രൂപ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പലിശക്കാർ നമ്മുടെ വീട് കയ്യേറും, ചേച്ചിക്ക് മാരേജിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു ഈ ഒരു പൈസ, എന്നിട്ട് ഇതൊന്നും അറിയാതെ ഇവിടെ ഇങ്ങനെ ഓരോന്ന് ഒപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് ചേച്ചി എന്ന് പറയുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, എന്തിനാ ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം, ഇതുമായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല, അവർ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മോളെ കല്യാണം കഴിച്ചെടുക്കാനായിട്ടുള്ളതാണ്, പിന്നെ അതൊക്കെ അവർ കടമയാണ്, എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. നയന പറയുന്നുണ്ട്, ഞാൻ ആദർശേട്ടനുമായിട്ട് സംസാരിച്ചിട്ട് 1,00,000 രൂപ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് ഇതേ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോവുകയാണെന്ന് പറയാണ്. ഇതൊന്നും എനിക്കറിയണ്ട എന്ന് നവ്യ പറയുന്നത് കേട്ടിട്ട് നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഓഹോ ചേച്ചിക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ചേച്ചി ഇവിടെയുള്ള എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയണം, ചേച്ചി ഗർഭിണിയല്ല എന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് പറയുകയാണ്. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ ഞാനത് പറഞ്ഞില്ലെങ്കിൽ എന്ന് ചോദിക്കുന്നുണ്ട്. ചേച്ചി ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെയുള്ള എല്ലാവരോടും ഈ ഒരു സത്യം പറയും എന്ന് പറയുകയാണ്.
അപ്പോൾ അത് കേട്ടിട്ട് ഞാനിത് വെറും വാക്കല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത് എന്ന് നയന പറയുന്നുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്യൂടിയെന്ന് ചോദിച്ചപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യാന്നുള്ള കാര്യം ചേച്ചിക്ക് അപ്പം മനസ്സിലാവുമെന്ന് പറയുകയാണ്. അങ്ങനെ നയന അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നയനയുടെ സംസാരം കേട്ടിട്ട് നവ്യക്ക് നല്ല പേടിയാകുന്നുണ്ട്. ഇനിയിപ്പോൾ അവളെല്ലാം കൂടി പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്താകുമല്ലോ എന്നാണ് അവൾ ആലോചിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദാവനാണ്. അവിടേക്ക് നയന വരുന്നുണ്ട്. ആ സമയമാണെന്നുണ്ടെങ്കിൽ പലിശക്കാരും അവരുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ അളവുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വീട് കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് നയന ചെല്ലുന്നത്. അങ്ങനെ അവളാണെന്നുണ്ടെങ്കിൽ ആ കയ്യിലുള്ള പൈസ അവരെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് പറയുകയാണ്. അങ്ങനെ ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ നയന ചെന്നിട്ട് ആ വീട്ടിലുള്ള എല്ലാവരെയും രക്ഷിക്കുകയാണ്. തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം കണ്ടെത്തുകയാണ് നയന. പിന്നീട് കാണിക്കുന്നത് ഓഫീസാണ്. അവിടേക്ക് ക്ലയൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നയന വരച്ച ആ ഡിസൈൻസൊക്കെ ക്ലയൻസിന് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. യുണീക്കാണ്, അട്രാക്റ്റീവാണ്. അതേപോലെ ഇതേപോലെ ഒരു നല്ലൊരു ഡിസൈനർ നിങ്ങൾ കിട്ടിയത് ഭാഗ്യമാണെന്നൊക്കെ ആ ക്ലയൻസ് പറയുന്നുണ്ട്. അങ്ങനെ അവരുമായിട്ടുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നയന വരച്ച എല്ലാ പടങ്ങളും കാരണം അവർക്ക് ഒരുപാട് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം പവിത്രയും ആദർശും തമ്മിൽ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് നയന വരയ്ക്കുന്ന പടങ്ങളൊന്നും അംഗീകരിക്കാത്തതെന്ന് പവിത്രയ്ക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അത് എൻ്റെ ഈഗോ കൊണ്ടൊന്നല്ല, അവളുടെ ഈഗോ കൊണ്ടാണ് അങ്ങനെയൊക്കെ ഞാൻ അംഗീകരിക്കാത്തത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇനി മുതൽ നയന ഈ ഓഫീസിൽ വർക്ക് ചെയ്യും ഡിസൈനറായിട്ട് എന്ന് പറയുകയാണ്. HR വിളിച്ചിട്ട് ഓഫർ ലെറ്റർ തയ്യാറാക്കാനായിട്ട് പറയുന്നുണ്ട്. അത് നയനയുടെ പേരിലായിട്ട് തയ്യാറാക്കി കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. അവളുടെ സാലറി, ഏജ്, അങ്ങനെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ മെയിൽ അയക്കാമെന്നും അയാളോട് പറയുകയാണ്. മൂർത്തീസ് ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫായിട്ട് ഇനി നയനയും ഇവിടെ കാണുമെന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് പവിത്ര പറയുന്നുണ്ട്, എന്തായാലും സാറേ നല്ലൊരു തീരുമാനമാണ്. ഇതുപോലെ നല്ല ഡിസൈൻസൊക്കെ വരയ്ക്കാൻ കഴിവുള്ള മേഡത്തിനെ ഇവിടെ നിയമിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് HR ഓഫർ ലെറ്ററുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അത് ആദർശിന് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയം ആദർശ് മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഈ ലെറ്റേഴ്സ് അവിടെ അനന്തപുരിയിൽ എല്ലാവരും ഇരിക്കുമ്പോൾ നയനയുടെ കയ്യിൽ കൊടുക്കണം. അങ്ങനെ ഇനി മുതൽ മൂർത്തീസ് ജ്വല്ലറിയിൽ അവളും ഒരു വർക്ക് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് തന്നെ പറയുകയും ചെയ്യണം. അവൾക്കത് വളരെയധികം സന്തോഷമാകും. ഇതുവരെ വരച്ചിരുന്ന എല്ലാ ഡിസൈനും പിന്നിലും നയനയാണെന്നുള്ളൊരു കാര്യം എല്ലാവരും അറിയിക്കണം എന്ന് ആ ഓഫർ ലെറ്റർ നോക്കിക്കൊണ്ട് ആദർശ് മനസ്സിലാലോചിക്കുകയാണ്. അങ്ങനെ ആദർശിനെ കാണിച്ചുകൊണ്ട് ആ വരാനിരിക്കുന്ന എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.